ലാംഗ്വേജ് ലേണിങ്ങിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രീ ആപ്പാണ് ഡുവലിംഗോ എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡുവലിംഗോ ടൈപ്പ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡുവലിംഗോ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞ ഒരു ബിഗ് ഐക്കണാണ്. പിന്നെ ഡുവലിംഗോയിൽ കുറേ നാളായിട്ട് സബ്ജക്ട്സ് പഠിക്കുന്നത് കൊണ്ട് തന്നെ താഴോട്ടേക്ക് ഒരുപാട് ലെസൺസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ ലാംഗ്വേജസ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സൈഡിലുള്ള ടോപ്പ് ലെഫ്റ്റ് മെനുവിൽ എടുത്താൽ കോഴ്സ് എന്ന് പറഞ്ഞ ഏരിയയിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഞാൻ പഠിക്കുന്നത് കൊറിയനും അറബിക്കും ആണ്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊറിയൻ ഞാൻ കുറേ ആയി പഠിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് അറബിക്ക് ഇനിഷ്യൽ സ്റ്റേജസ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ കൊറിയൻ്റെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെഷനിൽ അമർത്തിയപ്പോൾ എനിക്ക് റിവ്യൂ ലെജൻഡറി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. റിവ്യൂ വരാൻ കാരണം ഞാൻ ഓൾറെഡി ആ ലെസൺസ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് റിവ്യൂ ആയിട്ടായിരിക്കില്ല, പുതിയ ലെസൺ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനിഷ്യൽ ആയിട്ടുള്ള വോവൽസ് ആണ്. അപ്പോൾ ഈ ഒരു അക്ഷരം കാണിച്ചിട്ട് ഇവിടുത്തെ സ്പീക്കറിൽ പറഞ്ഞു തരും നമുക്ക് ഏത് അക്ഷരമാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഡൺ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ലെസൺസും കംപ്ലീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അടുത്ത ലെസൺ, അതായത് ആ ലെസണിൽ തന്നെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ഇനിഷ്യലായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇതിലൊരു 5 ചാപ്റ്റേഴ്സ് കാണും. നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് 5 ഹെർട്സ് അതുപോലെ തന്നെ ഉണ്ടാവും. ഞാൻ ബാക്ക് അടിച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാം. മുകളിലത്തെ ഈ മെനുവിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇത് പഠിച്ചത്, എന്നൊക്കെ ഇത് കണ്ടിന്യൂ ആയിട്ട് എക്സസൈസ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഒക്ടോബർ തൊട്ട് ഞാൻ ഇത് പഠിക്കുന്നുണ്ട്. ആ IC ആയിട്ട് കാണുന്നത് ഞാൻ പഠിക്കാത്ത ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അച്ചീവ് ചെയ്താണ് ഈ കണ്ടിന്യൂഷൻ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ജനുവരിയിൽ ഇപ്പോൾ ഇന്നലെയാണ് ഇത് സത്യം പറഞ്ഞാൽ തുറന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സൂപ്പർ ഡുവലിംഗോ എന്ന് പറയുന്നത് പ്രീമിയം ആണ്. ഇതിൽ പരസ്യമില്ല. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ഹേർട്സ് ആണ്. അപ്പോൾ നമുക്ക് എത്ര നമ്മൾ മിസ്റ്റേക്സ് ചെയ്താലും നമുക്ക് ഇഷ്യൂ ഇല്ലാതെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ സാധാരണ കണ്ടന്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹാർട്സ് നഷ്ടപ്പെട്ട് നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൽ വരുന്ന ഒരു പ്രീമിയം അല്ലാത്തതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ. അതായത് നമ്മൾ നന്നായിട്ട് ലെസൺ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ ഹാർട്ട് പോയാൽ നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇതുപോലെ പ്രൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അവിടെ കുറച്ച് ഐക്കൺസ് ഉണ്ട്. അതിൽ ഹോമിൽ നമ്മൾ ഞെക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആൽഫബറ്റ്സ് കാണാൻ പറ്റും. ഞാൻ എഴുതിയെടുത്താണ് പഠിക്കുന്നത്. പിന്നെ അടുത്തതിലോട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൂപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, ലിസൺ ചെയ്യാൻ പറ്റും. മിസ്റ്റേക്സും വേർഡ്സും എല്ലാം അൺലിമിറ്റഡ് ആണ്, നമുക്ക് കിട്ടിക്കൊണ്ടേ. നമ്മൾ പ്രീമിയം കണ്ടന്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് അവർ തന്നെ ഒരു വേർഡ് സ്പീക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ലിസൺ ചെയ്തിട്ട് സ്പീക്ക് ചെയ്യാനോ ഒക്കെ പറ്റും. പക്ഷേ അത് ലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലീഗ് ഞാനിപ്പോൾ നോക്കി ഏത് പ്ലേസിൽ 8th പ്ലേസിലാണ് കിടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ റാങ്ക് വയ്ക്കാം, നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തോന്നും നമ്മൾ ഇതിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് ഫാമിലി പ്ലാൻ പോലെ പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഹെൽപ്പ് സെന്ററിൻ്റെ ആണ്. പിന്നെ ഇതുപോലെ സെറ്റിംഗ്സിൽ കയറിയാൽ നമുക്ക് കോഴ്സസ് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സൈൻ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതനുസരിച്ച് നമ്മുടെ കാര്യം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കോഴ്സസ് കണ്ടത് ഇപ്പോൾ ഹിന്ദി സ്പീക്കേഴ്സിനുള്ള ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്, ബംഗാളി സ്പീക്കേഴ്സിനുള്ളവർക്കുണ്ട്, തെലുങ്കും തമിഴും ഉണ്ട്, മലയാളത്തിനില്ല. അതേസമയം മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഇംഗ്ലീഷ് മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കും ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ കൺട്രിയിൽ സെറ്റിൽ ആവാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് കുറച്ച് നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്കിലും ആയിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത്. നമുക്ക് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കും. നമ്മൾ വെറുതെ കുറേ സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ലാംഗ്വേജ് ലേണിംഗ് യൂസ് ചെയ്യുന്നത് പുതിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത് നമുക്കൊരു ബെറ്റർ തിങ്, അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും കേട്ടോ. ലാംഗ്വേജ് ലേൺ ചെയ്തെന്ന് പറയാൻ നമുക്കൊന്നും കുറയാനായിട്ടില്ല, നമുക്കൊരു എബിലിറ്റി കിട്ടും, നമുക്കൊരു സ്കിൽ കിട്ടും. മുകളിലായിട്ട് ഞാൻ പറ്റിയപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഫ്രേസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്പീക്കറിൽ കൊടുത്തപ്പോൾ അവർ അവിടെ സ്പീക്ക് ചെയ്യും, ഞാനത് കേട്ട് തിരിച്ച് പറയണം, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിയില്ലാത്തവർക്കാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ആപ്പ് തന്നെയാണ് ഡ്യുവലിംഗോ എന്ന് വെച്ചാലും.